അമ്മച്ചോട്ടോ മോളെ, why you crying? കരച്ചിൽ bad. My father is sick. I know, അറിയാം. There is nobody there with him. അത് we know, നമുക്കറിയാലോ. But sick people return healthy. My father. Don't worry. I need to go. شفيق إجازة حق بيتشو ما يمشي. أنت بكرة روح إجازة، 2 نفر سوا كيف يروح؟ والله مشكل حق الشركة، مشكل. شفيق ما يمشي، يلا روح. അയ്യോ അർബാബേ, അങ്ങനെ പറയരുത്. അവൾക്കാളെ ഉപ്പ അല്ലാതെ വേറെ ആരുമില്ല. What? ഉപ്പ, ഫാദർ. يا شفيق أبوه في المستشفى، هي ليش يريد إجازة؟ ما يمشي، يلا روح. അയ്യോ എന്താ പറയാ, അർബാബ് അവളുടെ അബുമോത്ത്. അബുമോത്ത്, അവളുടെ ഉപ്പ മരിച്ചു എന്ന്. പ്ലീസ് അർബാബേ. إنا لله وإنا إليه راجعون. അവളോട് പറഞ്ഞിട്ടില്ല. Okay. You go. പോട്ടെ, Go. ഞാൻ അവളോട് പറഞ്ഞോട്ടെ. Yeah, go. അസ്സലാമു അലൈക്കും. وعليكم السلام. يا شفيق. You good, huh? Thank you. Yeah. അമ്മച്ചോട്ടോ, ഷഫീഖ് ഇടപെട്ട everything okay. You want a lot. I say don't cry. I know, I already tried. അച്ഛൻ full healthy. ഷഫീഖ് എത്തി. ബിജു, don't cry. Your leave is sanctioned. What? Really? Yeah, It's true? I spoke to Arbab. I can go? Yeah. He say it's okay? You can go. നീ പറഞ്ഞോ Shafiq, പറഞ്ഞു. അച്ഛൻ മരിച്ചെന്ന്? I can go? Yeah, you can go. Oh God, thank you. It's Thank okay, you can go. Shafiq, thank you so much. No issues. I cannot. Please, you can go. Yeah, you can go. Thank No you. issues. എന്തിനാ അച്ഛൻ്റെ കാര്യം? പറഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾ ലീവ് തരില്ല. എന്തായാലും പറയേണ്ടതെന്ന് പറഞ്ഞു. എവിടെ എങ്ങോട്ടാ പോന്നെ? ആ അർബാബിന്റെ അടുത്ത് നന്ദി പറയാൻ പോകണോ ഷഫീഖ്? You take care, Biju. I will. I will talk to Arbab. You go and come. Sure. വണ്ടി You guys have been really helpful. ഓ, ഞാൻ പണ്ടേ അങ്ങനെ. Bye. ബൈ മോളെ, ബി Thank കെയർഫുൾ. you so much. No problem. Thank you, Shafiq. Please Thank go. you. Happy married life in advance. You guys stay blessed. Thank you. I hope to see you soon. Biju. Bye. Biju. Oh no, Nida. I'm okay. I have. Allah, money. no, you keep- help me enough. It will be helpful. It will be helpful. ഇതൊക്കെ ഷഫീഖിനൊരു സന്തോഷമാണ്. Thank you. God bless you. Thank you you. so much, Shafiq. Bye. You're very helpful man. കൊള്ളാം. അവളുടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണ് നിന്റെ ചപ്പീക്കിന്റെ സന്തോഷം. 26 കൊല്ലായി ഉസ്താദെ, സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ പോലെയല്ല ഉസ്താദെ, അവള് ഭയങ്കര തെറിയാ. കോടതിയും പോലീസും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. വസ്തുക്കളൊക്കെ ഉണ്ടേ, വസ്തു വളർന്ന് നമുക്ക് ഓട്ടോ കയറാനുള്ള വഴി കിട്ടും. ഉസ്താദെ, കല്യാണം നടക്കും തോന്നുന്നില്ല. എനിക്ക് വലി കിട്ടാൻ എന്താ വളി? കോടതി, പോലീസ്, പാർട്ടി, അങ്ങ് സുപ്രീം കോടതിയിൽ വിധിയാകാത്തത് അൽഹംദുലില്ലാ ഇവിടെ തിങ്കൾ തീർപ്പാക്കും. വണ്ടി കയറ്റാൻ പറ്റാത്ത വീടൊരു വീടാണോ? അതെ. ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വഴി കിട്ടി തന്നെ കുട്ടിക്കും. 6666 രൂപ, 313 നാണയം, 11 കോഴിമുട്ട, ഒരു കരിങ്കോഴിയല്ലേ? ഒരു കരിങ്കോഴി, 4 അതിരിലെ മണ്ണ്. ഇത്രയായിട്ട് 20-ാം തീയതി ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് വഴി കിട്ടി. സംസാരത്തിൽ എന്താ ഒരു കുഴച്ചില്? ഒന്ന് ഊതിക്കേ. എന്തുവാടാ ഇത്? ഏത് കയ്യിലാ പച്ചക്കുപ്പി ബിയർ? എടി, ഇത് ബിയറല്ല, സെവനപ്പ. എന്താ നാട്ടിലേക്ക് ഒരു സന്തോഷം വന്നില്ലല്ലോ? ആ, ഇവരെ കണ്ടിട്ട് 3-3 കൊല്ലായില്ലേ, അതിന്റെ ഒരു വിഷമമുണ്ടെന്ന് വെച്ചോ. നിനക്കെന്താ അപ്പൊ എന്നെ കാണണ്ട? കല്യാണമൊക്കെ അല്ലേ, കുറച്ച് ഈത്തപ്പഴം ബദാമൊക്കെ വീട്ടിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടേക്കോ, നല്ലതാ. ഈത്തപ്പഴവും ബദാമും ഒക്കെ കൊണ്ടുപോയി പെർഫോമൻസ് കാണിക്കാനേ. ഇത് ജീവിതമാണ്, യുദ്ധക്കളമല്ല. ഇതിലെന്താ വേണ്ടെന്നറിയോ? പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, ഒരുതരം വൃത്തികെട്ട കരുതൽ. എന്റെ പൊന്നു ഷഫീഖെ, ഈത്തപ്പഴവും ബദാമും കഴിച്ച് എന്റെ ഊപ്പാടിളകിയതല്ലാണ്ട് ഒരു എനർജിയില്ല. അല്ല, നീ വാങ്ങണല്ലോ, വാങ്ങിച്ചോ? പെട്ടിയൊക്കെ ഫുൾ പാക്കായി. അയ്യോ, പെട്ടി പാക്കിയല്ലേ? നമ്മുടെ സത്താറിന്റെ ഒരു ചെറിയ പൊതിയും കൂടി കൊണ്ടുവരുന്നത്.
നമ്മുടെ കൊടുവള്ളിയുള്ള സത്താറ്, നമ്മുടെ ജുവലറി ഉള്ള സത്താറ്. ഇക്ക ഞാൻ ഈ സാധനം എടുത്ത് കൂടുതൽ വരെ പോകാൻ പറ്റുമോ? വേണ്ടെന്നേ, അവന്റെ പിള്ളേർ എയർപോർട്ടിൽ ഒന്ന് വാങ്ങിച്ചോളും. ഞാൻ അത്ര തവണ കൊണ്ടുപോയിട്ടുള്ളതാ. നല്ല തങ്കപ്പെട്ട പിള്ളേരാന്നേ. എയർപോർട്ട് വരുമോ? എയർപോർട്ടിൽ വരും, ഒരു ടെൻഷനും വേണ്ട. എയർപോർട്ടിൽ വരുവാണെങ്കിൽ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ, നോ ടെൻഷൻ. ശരി. സൈനു, നീ പറഞ്ഞ ക്രീമിന്റെ പേര് എന്താ? ഒലിവോ? ഒലി വല്ലട പൊട്ട, ഒലി. സൈനു, നിനക്ക് വളരെ ഡിസൈൻ ഇഷ്ടട്ടോ. ഇക്ക ദേ റംല കരയുന്നു, പിന്നെ വിളിക്കാം. റംലയുടെ ഒരു കാര്യം. എന്തുപറ്റി? വീണ്ടും പിണങ്ങിയ? റംല കരഞ്ഞു. റംലി അതാര്? റംല അവളെ ആട്ടിക്കുട്ടിയുടെ പേരാ. ബെസ്റ്റ്. വല്ല പിങ്കി എന്ന അമ്മണി എന്ന പേരിട അവളെ റംല എന്നാണ് ആട്ടിൻകുട്ടിക്ക് പേരിടുന്നത്. എന്റെ പൊന്നിക്ക, റംല അവളെ ജീവനാ. നിങ്ങൾ രമലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ അവള് നിങ്ങൾ കുത്തുവച്ചു. അവക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എന്തുപറ്റി? ഇക്ക അർജന്റ് ആയിട്ട് ഒരാൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിക്കണം. ആർക്ക്? ഹലോ അമീർക്ക, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നിങ്ങൾ എന്തിനാ അവളുടെ ഉപ്പയുടെ ചേർത്തടിച്ചേ? എടാ 90% ഉറപ്പിച്ച ഒരു കല്യാണമാണ് നിന്റെ സൈനയുടെ നല്ല കാരണം. ഒന്നും ഞാൻ നിങ്ങളോട് എന്നാ പറഞ്ഞേ? ഞാൻ വന്നിട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് പട്ടി പോയിടാ. പൊറുക്കാൻ പറ്റെങ്കിലും ഒന്ന് പൊറുക്ക്. ദിസ് ഇസ് റാങ്. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ വിളിക്കാം. കട്ട് പണിട്ടാ. ദിസ് ഇസ് റാങ്. അത് ഓട്ടിക്കാ വീട്. എടാ, വീട്ടിലേക്ക് ഒരു വഴിയില്ലാത്ത കാരണം എത്ര കല്യാണം എനിക്ക് മുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? പ്രായപൂർത്തിയായ കാലം തൊട്ട് നാം പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഷഷ്ടി പൂർത്തിയായി അല്ലേ? ഇതുവരെയും നടന്നിട്ടില്ല. എടാ, നീ PSC എക്സാം എഴുതിയിട്ട് നിനക്ക് വേല എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലിക്ക. നിന്റെ ഈ പന്ന കൗണ്ടർ കാരണം എന്റെ വേദന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. ആരായി അമീർ? അത് നമ്മുടെ ഒരു സുഹൃത്താ. ഒരു വഴി തർക്കത്തില് ഉള്ളി കയറി സൈനോട് ഉപ്പയുടെ ചെറുത്തടിച്ചു. അതിന് ഈ ഉപ്പയെ തല്ലിയനൊക്കെ ഇപ്പൊ നാട്ടിൽ കേസുണ്ടോ? ഉപ്പതല്ലേ ഏത് നാട്ടിലാണെങ്കിൽ കേസാ. ഇവിടെ ഇല്ല, ഇവിടെ അപ്പത്തിന് തീർത്തളായി. അല്ല, നിനക്ക് ഏതോ ഫ്രണ്ടിന് വേണ്ടി എന്തോ ഗിഫ്റ്റ് വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട്. നമസ്കാരം, ഞാൻ ഈ ഗൾഫിൽ വരുന്ന മുൻപേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് കയറി വരുന്നവരുടെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ഒന്നെങ്കിൽ പെങ്ങളെ കടിച്ചു വിടണം, അല്ലെങ്കിൽ വീട് ചെത്തി. പിന്നെ ഇപ്പോ പുതിയ കാര്യങ്ങളാ. പീഡനം കഴിഞ്ഞ് നാട് വിട്ട് ഇങ്ങോട്ട് വരിക. അതൊന്നുമല്ല. എന്റെ കഥയ്ക്ക് വേറൊരു മൂടോ? പറ. ഇനി ഈ കാര്യത്തിൽ ഇവനോടെ പോകുന്ന ഞാൻ നിർത്തി. ഇന്നും ആ ഡോക്ടറെ മുന്നിൽ വരെ എത്തിയിട്ട് കാര്യം പറയാൻ തിരിച്ചു വന്നേ. എന്താടാ? എന്താന്നറിയില്ല, അവരെ കാണുമ്പോ മനസ്സ് തുറന്ന് കാര്യം പറയാൻ പറ്റുന്നില്ല. ഒന്ന് പോടാ. മനസ്സ് തുറന്ന് പറയാൻ അവരോട് നിനക്ക് പ്രണയമൊന്നുമില്ലല്ലോ. നിന്റെ മൂലഗുരു കാണിക്കാൻ വേണ്ടിയല്ലേ? മതി പറ, നോട്ടുകാർ മൊത്തം കേട്ടിട്ട് വേണം. ഷഫീക്ക്, ലോകത്ത് ആദ്യമായിട്ട് മൂലക്കുരു വരുന്ന ആൾ ഒന്നുമല്ലല്ലോ നീ. എത്രയോ മഹാന്മാർക്കൊക്കെ മൂലക്കുരു വന്നിട്ടുണ്ട്, നമ്മൾ അറിയാതെതാ. ചിലപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ വരെ മൂലക്കുരു ഉണ്ടാവും. സച്ചിന് മൂലക്കുരു ഉണ്ടായിരുന്നു? നീ കണ്ടിട്ടില്ലേ? ഇല്ല. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോ മൂലക്കുരു കാണുമടാ. ഇത് എന്ത് വേട ഇത്? എടാ ഷഫീക്ക്, ആദ്യം നിന്റെ ഈ കോംപ്ലക്സ് മാറ്റ്. നാളെ നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ആയുർവേദം വേണോ അത്? ഏയ്, നമ്മള് പോയിരിക്കും, വാടാ. അല്ല, ഭയങ്കര വേദനയാണ്, നിനക്ക് അറിയാലോ. എനിക്ക് വയ്യ. നോക്കി നടക്കടാ, അല്ലെങ്കിൽ മൂലക്കുരു പിടിച്ചവനെ പാമ്പ് കടിച്ചതിന് വാർത്ത വരും.